പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിച്ചു പോരുന്നത് ഈ ഞായറാഴ്ചത്തെ എവൻഗേലിയോൻ വായനയുടെ ഭാഗങ്ങളാണ്. സന്ധ്യാവായനയും പ്രഭാത വായനയും പഴയ നിയമ വായനയും ലേഖനങ്ങളും എവൻഗേലിയോനൊക്കെ നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഈ ഞായറാഴ്ചത്തെ പ്രത്യേകത കൊത്തിന ഞായറാഴ്ച അല്ലെങ്കിൽ പേതൃത്വ ഞായറാഴ്ചയാണ്. എവൻഗേലിയോൻ കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം നടന്ന സംഭവം വിവരിക്കുന്ന ഭാഗമാണ്. നമുക്കതിലേക്ക് വരാം. ഇപ്പോൾ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് പഴയ നിയമ വായനയിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ നമ്മൾ പ്രഭാത വായനയുടെ സുവിശേഷം നമ്മൾ ധ്യാനിച്ചു. ഉത്തമനായ കാര്യസ്ഥനെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഇന്നലെ. ഇന്ന് നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു വരാം. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ അങ്ങയുടെ തിരക്തത്താൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നല്ലൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകി ഈ വചനത്തെ ധ്യാനിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ പാപവശങ്ങളെല്ലാം നീക്കിക്കളഞ്ഞുകൊണ്ട് പുണ്യവാന്മാരും പുണ്യവതികളുമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ അത്രമാത്രം ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ, ഞങ്ങൾക്ക് ഈ വചനം ധ്യാനിക്കുവാനുള്ള കൃപ, ദൈവകൃപ ലഭിക്കേണ്ടത് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കൊത്തിന ഞായറാഴ്ചയുടെ പഴയ നിയമ വിശുദ്ധ കുർബാനയ്ക്കുള്ള പഴയ നിയമ വായനയിൽ ഒന്നാമത്തെ വായന ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ വാക്യങ്ങളാണ്. നോഹയോട് കർത്താവ് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അവിടെ. പിന്നെയും ദൈവം അരുളിച്ചത്, ഞാനും നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ള സകല ജീവജന്തുക്കളും തമ്മിൽ തലമുറ തലമുറയോളം സദാകാലത്തേക്കും ചെയ്യുന്ന ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഞാൻ എൻ്റെ വില്ല് മേഘത്തിൽ വയ്ക്കുന്നു. അത് ഞാനും ഭൂമിയും തമ്മിലുള്ള നിയമത്തിന് അടയാളമായിരിക്കും. ഞാൻ ഭൂമിയുടെ മുകളിൽ മേഘം വരുത്തുമ്പോൾ മേഘത്തിൽ വില്ല് കാണും. അപ്പോൾ ഞാനും നിങ്ങളും സർവ്വ ജഡവുമായ സകല ജീവജന്തുക്കളും തമ്മിലുള്ള എൻ്റെ നിയമം ഞാൻ ഓർക്കും. ഇനി സകല ജഡത്തെയും നശിപ്പിപ്പാൻ വെള്ളം ഒരു പ്രളയമായി തീരുകയില്ല. വില്ല് മേഘത്തിലുണ്ടാകും. ദൈവവും ഭൂമിയിലെ സർവ്വജഡവുമായ സകല ജീവികളും തമ്മിൽ എന്നേക്കുമുള്ള നിയമം ഓർക്കേണ്ടതിന് ഞാൻ അതിനെ നോക്കും. ഞാൻ ഭൂമിയിലുള്ള സർവ്വജഡത്തോടും ചെയ്തിരിക്കുന്ന നിയമത്തിന് ഇത് അടയാളം എന്നും ദൈവം നോഹയോട് അരുളി ചെയ്തു. പെട്ടകത്തിൽ നിന്ന് പുറപ്പെട്ടവരായ നോഹയുടെ പുത്രന്മാർ ശേമും ഹാമും യാഫേത്തുമായിരുന്നു. ഹാം എന്നവനോ കനാൻ്റെ പിതാവ്. ഇവർ മൂവരും നോഹയുടെ പുത്രന്മാർ. അവരെ കൊണ്ട് ഭൂമിയൊക്കെ നിറഞ്ഞു. നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. ഇതാണ് ഒന്നാമത്തെ വായന എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ തെറ്റ് ചെയ്താലും നമ്മളെ തീർത്തും ഇല്ലായ്മ ചെയ്യുന്ന ഒരനുഭവം ഇനി ഉണ്ടാകുകയില്ല. മറിച്ച് ഒരു വില്ല് കാണും ആകാശത്ത്. അതുകൊണ്ട് ഇനി മുഴുവൻ ഭൂമിയെ നശിപ്പിക്കുന്ന ഒരു പ്രളയം ഉണ്ടാവുകയില്ല. എന്നാൽ ഈ ഞായറാഴ്ച ആരുടെ ഓർമ്മയിലാണോ, അത് മാതാവിൻ്റെയും യേശുവിൻ്റെയൊക്കെ ഓർമ്മയാണ്. ഖാനാവിലെ കല്യാണത്തിൽ പ്രധാന കഥാപാത്രങ്ങളാണ് പരിശുദ്ധ അമ്മയും യേശു ക്രിസ്തുവും. അതുകൊണ്ട് നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുമ്പോൾ നമ്മളെ ദൈവം പഴയ നിയമത്തിൽ പറയുന്ന ആ രക്ഷ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഇനി ഞാൻ മേഘത്തിൽ വില്ല് കാണുമെന്ന് പറയുമ്പോൾ ആ മഴവില്ല് അത് നമുക്ക് ക്രിസ്തുവിനെ കാണുവാനായിട്ടുള്ള ഒരു അടയാളമാണ്. അതിലൊരു ഭക്തൻ ഇങ്ങനെ പാടി, കാർമോകിലേറെ കരേറുകിലോം കാണുന്നില്ലേ മഴവില്ലാതിന്മേൽ. കാർമുകിൽ ഏറെ കരേറുന്നു, മേഘത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാലും അപ്പോൾ അവിടെ ഒരു വില്ല്, ഒരു മഴവില്ല് കാണുന്നില്ലേ പ്രത്യാശയുടെ. യേശുക്രിസ്തുവിൻ്റെ കാനാവിലെ ആ വീട്ടിലെ സന്ദർശനവും ആ വീട്ടിലെ സങ്കടത്തിൻ്റെ നിവൃത്തിയൊക്കെ മാതാവിൻ്റെ ഇടപെടലും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയൊക്കെയും പ്രത്യാശ നൽകുന്ന ഭാഗമാണ്. അത് ഈ മേഘത്തിൽ കാണുന്ന വില്ലായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയും.
പ്രിയമുള്ള, അതുപോലെ തന്നെ രണ്ടാമത്തെ വായന യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെ വാക്യങ്ങളാണ്. അവിടെ കുറച്ചും കൂടി പറയുന്നത് കുറച്ചും കൂടി ഒരു എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലാ മേഖലകളിലും മനുഷ്യർക്ക് ധാരാളമായിട്ടുണ്ടാകുമെന്നാണ് അവിടെ സംസാരിക്കുന്നത്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിയുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിയുവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവനല്ലോ. അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും മനസ്സ് തിരിഞ്ഞ് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമുള്ളൊരു അനുഗ്രഹം വെച്ചേക്കുകയില്ലയോ? ആർക്കറിയാം. സിഹിയോനിൽ കാഹളമൂതുവിൻ, ഒരു ഉപവാസം നിശ്ചയിപ്പിൻ, സഭായോഗം വിളിച്ചു കൂട്ടുവിൻ, ജനത്തെ വിളിച്ചു കൂട്ടുവിൻ, സഭയെ ശുദ്ധീകരിപ്പിൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടുവിൻ. മണവാളൻ മണവറയും മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. യഹോവയുടെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും മധ്യേ കരഞ്ഞുകൊണ്ട്, യഹോവേ, ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നിൻ്റെ അവകാശത്തെ നിന്നേൽപ്പിക്കരുതേ, അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇടയിൽ പറയുന്നത് എന്തിന് എന്നിങ്ങനെ പറയട്ടെ. വലിയ ഉത്തരവാദിത്തങ്ങളാണ് നേതൃത്വത്തിലിരിക്കുന്നവർക്ക് ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെന്ന് ഇവിടെ പറയുകയാണ്. ഒന്ന്, ആദ്യം പറഞ്ഞു വ്യക്തികൾ, വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളെ തന്നെ കീറി വ്യക്തികൾ മുന്നോട്ട് വരട്ടെ. ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിയുവിൻ. ഇവിടെ സഭയോട് പറയുന്നു, സഭായോഗം വിളിച്ചു കൂട്ടുവിൻ. മണവാളൻ ഈ സമയത്ത് എൻ്റെ മണവറ വിട്ടിറങ്ങട്ടെ, മണവാട്ടി ഉള്ളറയും വിട്ട് പുറത്തു വരട്ടെ. അവരവരുടെ വ്യക്തിപരമായ സന്തോഷങ്ങളിലേക്ക് ചുരുങ്ങാതെ എല്ലാം വിട്ട് പുറത്തു വരട്ടെ എന്നാണ് പറയുന്നത്. യേശു തൻ്റെ ഒരു ഉപമയിൽ പറയുന്നുണ്ടല്ലോ, ദൈവ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കപ്പെട്ടവർ അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ നിലം വാങ്ങി, അത് ഒന്നും കൂടി പോയി കാണണം. വേറെ ചിലർ പറഞ്ഞു, ഞങ്ങൾ കാളകളെ വാങ്ങി, അത് പൂട്ടി ഉഴുതു നോക്കണം. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. അങ്ങനെ നിയമങ്ങൾ കൊണ്ട് വേലയ്ക്കിറങ്ങാൻ അവർ മോശ കൊടുത്ത നിയമങ്ങൾ വെച്ച് തന്നെ അതിൽ നിന്ന് ഒഴിവായി. എന്നാൽ ഇപ്പോൾ എല്ലാവരും പുറത്തു വരട്ടെ എന്നാണ് യേശു പറയുന്നത്. ഭൂമുഖത്തിൻ്റെ പുരോഹിതന്മാരെല്ലാവരും ഭൂമുഖത്തിൻ്റെ യാഗപീഠത്തിൻ്റെ മധ്യ കരഞ്ഞുകൊണ്ട് യഹോവയുടെ ജനത്തോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ പറയുന്നതാണ്, അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ച് യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാനിനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരണ്ടതും ശൂന്യവുമായൊരു ദേശത്തേക്ക് നീക്കി. അവൻ മുൻപടയെ കിഴക്കേ കടലിലും അവൻ്റെ പിൻപടയെ പടിഞ്ഞാറൻ സമുദ്രത്തിലിട്ട് കളയും. വമ്പ് കാട്ടിയിരിക്കിയാൽ അവൻ്റെ നാറ്റം ഉയരുകയും ദുർഗന്ധം കയറുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമെന്നുള്ളൊരു ആഹ്വാനമാണ് യോവേൽ പ്രവചനത്തിലൂടെ നമുക്ക് നൽകുന്നത്. മൂന്നാമത്തെ വായന പഴയ നിയമവായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6 മുതൽ 14 വരെ തിരുവചനങ്ങളാണ്. യെശയ്യാ 58 എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു പുസ്തകമാണ്. ഇവിടെ എങ്ങനെ പറയാം, അന്യായ ബന്ധനങ്ങളെ പൊട്ടിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക, ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഇവിടെ ഉപവാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നോമ്പിലേക്ക് കടക്കുന്നതിൻ്റെ പ്രാരംഭം ആണ് നമ്മൾ ഈ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോമ്പിൽ ഒന്ന്, അന്യായ ബന്ധനങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ,
മന്ത്രവാദം, കൂടോത്രം, ആഭിചാരം, ഏലസ് കെട്ടുക, കൈനോട്ടം, മഷിനോട്ടം, ഇങ്ങനെയുള്ള അന്യദേവ ആരാധനയിലൂടെ പൈശാചിക ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. അത് പൊട്ടിക്കുക. നമ്മൾ നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക. അടിമനുകം നമുക്കറിയാം, കന്നുകാലികളൊക്കെ നുകത്തിൻ്റെ അടിയിൽ കയറ് കെട്ടിയാണ് കൊണ്ടു നടക്കുന്നത്. 2 കൊരട് നുകത്തിൽ കാണും. അതിൻ്റെ ഉള്ളിലാണ് കാളയുടെ, മൃഗത്തിൻ്റെ കഴുത്തിരിക്കുന്ന അവിടെ വള്ളി കെട്ടി ഒരു കൊരടിനെ മറ്റൊരു കൊരടിലേക്ക് ചേർത്ത് കെട്ടി കാളയെ ഒഴുകുന്നതും മെതിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള എല്ലാ നുകങ്ങളും ആരുടെയൊക്കെങ്കിലൊക്കെ മേൽ വെച്ച് നമ്മൾ അവരെ അടിമത്തത്തിലാക്കി വെച്ചുകൊണ്ട് അതൊക്കെ തകർക്കുക. അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന, ഉപവാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിൻ്റെ സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുന്നതല്ലയോ. അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ സ്വീകരിക്കും. ഈ വചനം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. 31 വർഷം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ ദൈവകൃപയാൽ വഴിയിലൂടെ അലഞ്ഞു നടന്ന ഒരു മകനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കാരണമായത് ഈ വചനമാണ്. വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. ഞങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഐസൊലേഷൻ വാർഡിലും തെരുവുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി പാവപ്പെട്ട ഭിക്ഷാടകരായിട്ടുള്ള അലഞ്ഞു നടക്കുന്ന ആളുകളെ കണ്ട് അവർക്ക് പൊതിച്ചോറ് കൊടുക്കുന്ന ഒരു ശുശ്രൂഷ അന്നും ഇന്നുമുണ്ട്. അപ്പോൾ അന്നിങ്ങനെ തെരുവിലൊക്കെ കൊണ്ടുപോയി ചോറ് കൊടുത്തപ്പോൾ വിശപ്പുള്ളവന് നിൻ്റെ അപ്പം നുറുക്കി കൊടുക്കുന്നത് ഭാഗ്യമായി ഞങ്ങൾ കണ്ടു. പക്ഷേ അലഞ്ഞു നടക്കുന്ന സാധു പരദേശികളെ വീട്ടിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊരു വലിയ വേദനയായി മാറിയപ്പോഴാണ് അങ്ങനെ ഒരു അവസരമുണ്ടായപ്പോൾ അത്തരം ഒരാളെ, ഒരപ്പച്ചനെ വീട്ടിൽ സ്വീകരിക്കുവാൻ കാരണമായതും ഇന്ന് പ്രത്യാശ ഭവൻ എന്ന് പറഞ്ഞ് വലിയ ഒരു ശുശ്രൂഷ കേന്ദ്രമായിട്ട് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ പലപ്പോഴും ഈ വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, സാധുക്കളെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്നും പലർക്കും അറപ്പും വെറുപ്പും ഒക്കെയാണ്. സ്വന്തം മാതാപിതാക്കളോട് പോലും അറപ്പാണ്. ഒരുപക്ഷെ അവരുടെ വൃത്തിയില്ലായ്മയോ അവരുടെ പ്രവർത്തന രീതികളുടെ കുഴപ്പമൊക്കെ ആയിരിക്കും. പക്ഷെ ഇവരിൽ അവരുടെ ബലഹീനത മനസ്സിലാക്കി അവരെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്ന് പറയുക. അങ്ങനെ ചെയ്താൽ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിൻ്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, വലിയ സമാധാനം ലഭിക്കുമെന്ന് പറയണം. വലിയ ആനന്ദം, സന്തോഷം നമുക്ക് ലഭിക്കും. നിൻ്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. കണ്ടോ, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക, അലഞ്ഞു നടക്കുന്ന സാധു പരദേശികളെ വീട്ടിൽ ചേർത്ത് കൊള്ളുക, വിശക്കുന്നവൻ അപ്പം നുറുക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ വലിയ പ്രകാശമുള്ളവരായി തീരുമെന്ന് കർത്താവ് പറയാണ്. മനസ്സിൻ്റെ വേദനകളും മുറിവുകളൊക്കെ പെട്ടെന്ന് കർത്താവ് ഉണക്കും. നമ്മുടെ മുമ്പ് ദൈവിക നീതി നടക്കുമെന്ന് പറയുകയാണ്. നീ നിലവിളിക്കും, അപ്പോൾ ഞാനിതാ വരുന്നു എന്ന് യഹോവ ഉത്തരം അരുളും. നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചോ അല്ലെങ്കിൽ വീട്ടിലാരും കാണാത്തതുകൊണ്ടൊക്കെ നിലവിളിക്കുമ്പോൾ അമ്മമാർ തുണി കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഓടി വരും. അമ്മ ഇവിടെ ഉണ്ടല്ലോ, മോനെന്തിനാ പേടിച്ചെന്ന് ചോദിച്ച് ഓടി വന്ന് വാരിക്കോരി എടുക്കും, ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ആ സ്നേഹം, അമ്മയുടേതിനേക്കാൾ വലിയ സ്നേഹം, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹം, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹം നമ്മുടെ മേൽ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. എന്തു ചെയ്യണം? അതിന് നമ്മൾ മർദ്ദനവും കുറ്റാരോപണവും വഷളത്വം സംസാരിക്കുന്നതും അകറ്റിക്കളയണം. മർദ്ദനവും കുറ്റാരോപണവും വഷളത്വം സംസാരിക്കുന്നതും അകറ്റിക്കളയണം. എന്നിട്ടോ വിശപ്പുള്ളവന് ഇവിടെ നീ താല്പര്യം കാണിക്കുകയും
കഷ്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിൻ്റെ പ്രകാശം ഇരുളിൽ ശോഭിക്കും, നിൻ്റെ ഇരുട്ട് ഉച്ചപോലെയായിത്തീരും. യഹോവ എല്ലായ്പ്പോഴും നിന്നെ നടത്തുകയും വരണ്ട നിലത്തിലും നിൻ്റെ വിശപ്പടക്കി നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയുമാകും. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വചനമുണ്ടല്ലോ, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവന് ഒന്നിനും ഒരു കുറവും വരികയില്ല. അപ്പോൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ഇതെല്ലാം കൃത്യസമയത്ത് കർത്താവ് നൽകുമെന്ന് പറയുകയാണ്. മാത്രമല്ല, നിൻ്റെ സന്തതി പുരാതന നഷ്ടശിഷ്ടങ്ങളെ പണിതുയർത്തും. പൂർവികരായിട്ട് വന്നിരിക്കുന്ന പാപശാപങ്ങൾ വരെയും നീക്കം ചെയ്യപ്പെടും ഈ ദാനധർമ്മത്തിലൂടെ എന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദാനധർമ്മങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് പരിശോധിച്ച് നോക്കുക. കേടുതീർക്കുന്നവനെന്നും വസിപ്പാനുള്ള തെരുവുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. നീ എൻ്റെ വിശുദ്ധ ദിനത്തിൽ നിൻ്റെ കാര്യാദികൾ നോക്കാതെ ശാപത്തിൽ നിൻ്റെ കാലടക്കി വെച്ച് ശാപത്തിനൊരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിൻ്റെ വേലയ്ക്ക് പോകുകയോ നിൻ്റെ കാര്യാദികൾ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ സമയം കളയുകയോ ചെയ്യാതെ അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ ആനന്ദം കണ്ടെത്തും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി സവാരി ചെയ്യിക്കുകയും നിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് പഴയ നിയമ പുസ്തകത്തിലെ മൂന്നാമത്തെ വായനയായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ നോമ്പിലേക്ക് കടക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു ധ്യാനമാണ് നമുക്ക് നൽകിയിരിക്കുന്ന പിതാക്കന്മാർ. നമ്മൾ എന്താ പറയുന്നത്, വാലല്ല തലയായിത്തീരുമെന്ന് യഹോവ അരുളി ചെയ്യുകയാണ്. എങ്ങനെ? രണ്ട് കാര്യങ്ങളാണ് വ്യക്തമായി പറയുന്നത്. ഒന്ന്, അന്യായ ബന്ധനങ്ങളെയൊക്കെ തകർക്കണം. വിഗ്രഹാരാധന വഴി അല്ലെങ്കിൽ തെറ്റായ ചിന്തകളും ബോധ്യങ്ങളും വഴി നമ്മുടെ വീട്ടിലൊക്കെ കുഴിച്ചിട്ടിരിക്കുന്ന ഏലസും എന്താ പറയുക മന്ത്രച്ചട്ടുകളും അതുപോലുള്ള ഇതൊക്കെ വീടിൻ്റെ അകത്തൊക്കെ ചിലപ്പോൾ കുഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറമ്പിന് ചുറ്റുമൊക്കെ കുഴിച്ചിട്ടുണ്ടാവും. തിന്മപ്പെട്ട ആളുകളുടെ ഉപദേശം കേട്ട് അതൊക്കെ എടുത്തു മാറ്റുക. നുഖത്തിൻ്റെ എല്ലാ കയറുകളും അഴിക്കുക. ഒരു കാരണവശാലും സന്തോഷത്തോടെ ജീവിക്കാൻ പിശാച് സമ്മതിക്കാതെ ഇങ്ങനെയുള്ള വിഗ്രഹാരാധനയിലൂടെയൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടാവും. എല്ലാ നുഖത്തെയും തകർക്കുക. ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന, ഉപവാസം എന്ന് പറയുന്നത്. രണ്ട്, വിശപ്പുള്ളവന് അപ്പം നുറുക്കി കൊടുക്കണം. നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കണം. സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ഇരിക്കണം. സാധുക്കളെ വീട്ടിൽ സ്വീകരിക്കണം. അങ്ങനെ ഒക്കെ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. മൂന്ന്, സാബത്തിന്. യഹൂദന്മാരുടെ സാബത്ത് ശനിയാഴ്ചയാണ്, ക്രിസ്ത്യാനികളുടെ സാബത്ത് ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച ഒരു ജോലിക്കും പോകാതെ ദൈവത്തെ ആരാധിക്കുവാൻ, ആരാധന എങ്ങനെ ആയിരിക്കണമെന്നാണല്ലോ നമ്മൾ ധ്യാനിച്ചു പോരുന്നത്. അപ്പോൾ ഈ ആരാധനയിൽ ഏറ്റവും മഹത്തരമായി പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കും. അന്ന് കാര്യാദികളെ നോക്കുകയോ സ്വന്തം സ്വാർത്ഥതയ്ക്കും ഒക്കെ ഇടപാട് ഉണ്ടാക്കുകയോ വ്യർത്ഥ കാര്യങ്ങൾ സംസാരിക്കുകയോ അതിനകത്ത് സമയം കളയുകയോ ചെയ്യാതെ ഈ ശബത്തിനെ ബഹുമാനിക്കുമെങ്കിൽ നിൻ്റെ ദിനങ്ങൾ സന്തോഷമായിരിക്കും, നീ യഹോവയിൽ ആനന്ദം കണ്ടെത്തുമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ ദേശത്തിലെ ഉന്നതങ്ങളിൽ നിന്നെ വാഹനമേറ്റുമെന്ന് ദൈവവചനം നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഴയ നിയമ വായനയിലൂടെയും നമ്മൾ ഇപ്പോൾ കടന്നുപോയി. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയുള്ളത് നമുക്ക് 2 ലേഖനങ്ങളും പിന്നെ ഏവൻഗേലിയനുമാണ്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങൾ പഴയ നിയമ വായന ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 21 വരെ വാക്യങ്ങൾ ഞങ്ങൾ വായിച്ചു കേട്ടു. മഴവില്ല് മേഘങ്ങളിൽ കാണുമ്പോൾ ഞാൻ നിങ്ങളെ ഇനിയൊരു ലോകം മുഴുവൻ പ്രളയം വരുത്തി നശിപ്പിക്കില്ല എന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും, തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല എന്ന തിരിച്ചറിവിലൂടെ ഞങ്ങൾ നയിക്കണമേ. അതുകൊണ്ട്
എല്ലാ തെറ്റ് ചെയ്യുന്നവർക്കും ഒരു അനുതാപത്തിന് അവസരം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. ഒപ്പം തന്നെ യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെ വാക്യങ്ങൾ ഞങ്ങൾ വായിച്ച് ധ്യാനിച്ചു. യഹോവയുടെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവൻ, വിലാപത്തോടും കരച്ചിലോടും ഉപവാസത്തോടും കൂടെ യഹോവയിലേക്ക് തിരിയുന്നവൻ, വസ്ത്രമല്ല തൻ്റെ ഹൃദയങ്ങളെ തന്നെ കീറി യഹോവയുടെ കൃപയ്ക്ക് കീഴ് വരാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ എല്ലാ നന്മകൾ കൊണ്ടും പൂർണ്ണത വരുത്തണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിച്ചു. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിലൂടെ നമ്മളോട് സംസാരിച്ചു. അതുപോലെ തന്നെ 3-ാമത്, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക, നഗ്നനെ ഉടുപ്പിക്കുക, ബന്ധനങ്ങൾ അഴിക്കുക, കെട്ടുകൾ അഴിക്കുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നഗ്നനെ കണ്ടാൽ ഉടുപ്പിക്കുക, സാധുപരദേശികൾക്ക് ഭവനം കൊടുക്കുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൽ അതിൻ്റെ കെട്ടുപണിക്കാരായിത്തീരുന്നു എന്ന് നമ്മൾ വായിച്ചു കേട്ടു. നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വായിച്ചു കേട്ട വേദപുസ്തക ഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായി പ്രവർത്തിക്കുവാൻ, സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ, ഞങ്ങളുടെ സ്വന്തം എന്ന് അവകാശപ്പെടാവുന്ന രീതിയിൽ നന്മ ചെയ്യുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും വാഴ്വുകളും ദൈവത്തിൽ നിന്നുള്ളതാകയാൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം കാണുന്നു, ദൈവം അറിയുന്നു, അവൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്നു എന്നുള്ളതിനാൽ ഞങ്ങൾക്കായി കാൽവരി ജീവന് വെച്ച് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടെടുത്ത യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. എല്ലാ തെറ്റിൽ നിന്നും ഞങ്ങൾ വിശുദ്ധീകരിച്ച് നന്മയുടെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കേൾക്കുന്ന വചനങ്ങൾ അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ പ്രചാരകരായി മാറണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.